ഭരണം മാറിയതോടെ CPM ക്രിമിനലുകൾക്കെല്ലാം കാലക്കേട്. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ എല്ലാത്തിനെയും തൂക്കി അകത്തിടാൻ പോലീസിനോട് ഉത്തരവിട്ട് കോടതി. ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ 3 തവണ ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തലയോട്ടി വരെ പിളർന്ന് അതിദാരുണമായിട്ടായിരുന്നു ഷുഹൈബിന്റെ മരണം. ആകാശ് തില്ലങ്കേരി അടക്കം 17 പേരായിരുന്നു കേസിലെ പ്രതികൾ. പ്രതികളെല്ലാം CPMകാരാണ്. പിണറായി കാലത്ത് കേസിൽ ജാമ്യം കിട്ടിയപ്പോൾ ആകാശും കൂട്ടരും ഞെളിഞ്ഞ് പുറത്തിറങ്ങി ഗീർവാണമടിയായിരുന്നു. ഇപ്പോൾ ആടപടലം പണി കിട്ടി വീണ്ടും അകത്തേക്ക്. പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ചാണ് പ്രതികളുടെ ജാമ്യം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ചെന്നിത്തലയാട ആഭ്യന്തരമന്ത്രി, നിനക്കൊക്കെയുള്ള പണി തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് പറഞ്ഞ് കോൺഗ്രസ് UDF സൈബർ ഗ്രൂപ്പുകളുടെ അർമാദം. പിണറായി വാഴയല്ല ആഭ്യന്തരത്തിൽ. സൗമ്യനെന്ന് തോന്നും, പക്ഷേ ആഭ്യന്തരത്തിൽ ഇരിക്കുന്നത് പുലിയാണ് കമ്മികളെ. വകുപ്പ് RC ഒറ്റയ്ക്കാ ഭരിക്കുന്നത്, അല്ലാതെ വിജയൻ ഇരുന്നപ്പോൾ P ശശി ഭരിച്ചതുപോലെ അല്ല എന്ന് പിണറായി വിജയനെ എടുത്തിട്ടലക്കിക്കൊണ്ടാണ് സൈബർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് ജയ് വിളിക്കുകയാണ് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ. ആകാശ് തില്ലങ്കേരി കൂട്ടരുടെ ജാമ്യം റദ്ദാക്കിയെന്ന വാർത്ത പുറത്തു വന്നതോടെ സൈബറിടം കത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എൻട്രി. മുൻപ് മാസ് കാണിക്കാൻ ഥാറിന്റെ മുകളിൽ ഒരു പട്ടിയോടൊപ്പം കയറിയിരുന്ന് ആകാശ് തില്ലങ്കേരി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിനുള്ള മറുപടി കൂടിയായിട്ട് തീ പാറിക്കുന്ന ഒരു ഐറ്റമാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത്. ഈ നായ്ക്കൊപ്പം കുരച്ചോണ്ടിരുന്നവന്റെയും അവന്റെ കൂടെ ഷുഹൈബിനെ വേട്ടയാടാൻ പോയ തില്ലങ്കേരിയിലെ സകല എണ്ണത്തിന്റെയും ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. വീട്ടാതെ വിടില്ല ഒരു കണക്കും. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുറിപ്പ്. ഈ പോസ്റ്റിന് താഴെ വലിയ മാന്യത വേണ്ട രാഹുൽ, തില്ലങ്കേരിയിലെ CPM ക്രിമിനൽ പട്ടികളുടെ ജാമ്യം റദ്ദാക്കി, അങ്ങനെ മതിയെന്ന് കമന്റുകളും വരുന്നു. അതായത് രാഹുൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും എല്ലാവരും കൂടി വന്നിട്ടാണ് കമന്റുകൾ ഇട്ട് പൂരപ്പറമ്പാക്കുന്നത്. ഫോട്ടോയിൽ കാണുന്ന നായയുടെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നില്ലേ, അതെവിടെയെന്നും ചിലർ കമന്റുകൾ ഇടുന്നു. പിണറായി വിജയന്റെ ഭരണകാലത്ത് ഖജനാവിലെ പണമെടുത്ത് വീശിയാണ് ഈ ക്രിമിനൽ കൂട്ടരെ സംരക്ഷിക്കാൻ നീക്കം നടന്നത്. കേസിന്റെ വിചാരണ നടപടികൾ ഈ മാസം 18-ാം തീയതി മുതൽ കോടതിയിൽ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ആദ്യ ഘട്ടമായി ആക്രമണത്തിൽ പരിക്കേറ്റവരും ഷുഹൈബിന്റെ സുഹൃത്തുക്കളുമായ 2 പ്രധാന സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. സാക്ഷി വിസ്താരം പൂർത്തിയായതിന് പിന്നാലെ വിചാരണ നടപടികൾ നിലവിലെ കോടതിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ രംഗത്തെത്തുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം നടത്തുകയും ചെയ്തിരുന്നു. പ്രതിഭാഗത്തിന്റെ ഈ കോടതി മാറ്റത്തിനുള്ള നീക്കത്തെ തുടർന്നാണ് പ്രോസിക്യൂഷൻ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. മുൻപ് ഇതേ കോടതി തന്നെയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നതെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ജഡ്ജി ജാമ്യം റദ്ദാക്കുകയായിരുന്നു. UDF സർക്കാർ അധികാരമേൽക്കുന്ന അതേ ദിവസമായിരുന്നു കേസിൽ വിചാരണ തുടങ്ങിയത്. ഇടത് സർക്കാരിന്റെ തടസ്സങ്ങളെല്ലാം മറികടന്നാണ് ഷുഹൈബ് കേസ് വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയത്. സമാനതകളില്ലാത്ത രീതിയിലാണ് പ്രതികൾക്ക് അനുകൂലമായി സർക്കാർ ഇടപെടലുകൾ പലതവണയുണ്ടായത്. അതായത് പിണറായി വിജയന്റെ ഭരണകാലത്ത് CBI അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചുവെങ്കിലും ഡിവിഷൻ ബെഞ്ചിനെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ച് സർക്കാർ അനുകൂല വിധി നേടി. CBI അന്വേഷണത്തിനെതിരെ കോടതിയിൽ പൊരുതാൻ പൊതുഖജനാവിൽ നിന്ന് പിണറായി സർക്കാർ ചെലവാക്കിയത് 86 ലക്ഷം രൂപയായിരുന്നു. ഒന്ന് ഓർത്തു നോക്കണം, ഒരു കൂട്ടം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ജനങ്ങളുടെ പണമെടുത്തു. CBI ആവശ്യം സുപ്രീം കോടതി തള്ളിയതോടെ സ്വന്തം അഭിഭാഷകനെ വെക്കാനുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിനും സർക്കാർ വിലങ്ങുതടിയായിരുന്നു. കുടുംബം കോടതിയെ സമീപിക്കുകയും തീരുമാനമെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും സർക്കാർ കണ്ട ഭാവം നടിച്ചില്ല. കോടതിയലക്ഷ്യ നടപടികളിലേക്ക് നീങ്ങുമെന്ന് കുടുംബം സർക്കാരിനെ അറിയിച്ചതിന് പിന്നാലെയാണ് സ്വന്തം അഭിഭാഷകനെ വെക്കുന്നതിന് അനുമതി നൽകിയത്. ഇതിന്റെ ചെലവ് KPCC ആണ് വഹിക്കുന്നത്. ജൂലൈ 10 വരെ തുടർച്ചയായി വിചാരണ നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ള 137 സാക്ഷികളെ വിസ്തരിക്കും. അതേസമയം പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ കോടതി നടപടിയെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്തു. വിചാരണ വൈകിപ്പിച്ച് കേസിൽ നിന്ന് ആനുകൂല്യം നേടാനുള്ള പ്രതികളുടെ ശ്രമത്തിനുള്ള തിരിച്ചടിയാണിത് എന്ന്
യൂത്ത് കോൺഗ്രസ് കണ്ണൂർ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് പ്രതികരിച്ചു. കേരളത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് ഷുഹൈബ് വധക്കേസ്. യൂത്ത് കോൺഗ്രസ് നേതാവ് SP ഷുഹൈബിനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിദാരുണമായിട്ടായിരുന്നു. കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യവും പ്രാദേശിക തലത്തിലുള്ള ഗൂഢാലോചനയുമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഷുഹൈബ് വധത്തിന് പിന്നാലെ സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തിയത്. എന്നാൽ ഉന്നതതല ഗൂഢാലോചനയോ പ്രമുഖ നേതാക്കളുടെ ആസൂത്രണമോ കൊലയ്ക്ക് പിന്നിലുള്ളതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. അതോ ഇവരെയൊക്കെ രക്ഷിച്ചെടുത്തതാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. 2018 ഫെബ്രുവരി 12 രാത്രി 10:45 എടയന്നൂർ തെരൂരിലെ തട്ടുകടയ്ക്ക് മുൻപിലാണ് ഷുഹൈബിനെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 41 തവണ ശരീരത്തിൽ വെട്ടേറ്റിരുന്നു. കാലിലും ഒട്ടേറെ പരിക്കുകൾ, അതായത് നിരവധി തവണ കാലിൽ വെട്ടിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഷുഹൈബ് മരിക്കുന്നത്. ജനുവരി 12 എടയന്നൂർ ടൗണിലുണ്ടായ CPM കോൺഗ്രസ് സംഘർഷത്തിൽ CITU പ്രവർത്തകൻ ചാലോടിലെ ബൈജുവിന് പരിക്കേറ്റതായും ബൈജുവും CPM പ്രാദേശിക നേതാക്കളും നടത്തിയ ഗൂഢാലോചനയാണ് ഷുഹൈബിന്റെ കൊലപാതകത്തിൽ എത്തിയത് എന്നായിരുന്നു കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. സ്കൂളിലെ സംഘർഷത്തിലും എടയന്നൂർ ടൗണിലെ സംഘർഷത്തിലും CITU പ്രവർത്തകർക്ക് പരിക്കേറ്റ സംഭവത്തിലും ഷുഹൈബ് പ്രതിയായിരുന്നു. ഷുഹൈബിന്റെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കേസിന്റെ അന്വേഷണം CBIക്ക് വിടാൻ പലതവണയായിരുന്നു ആ കുടുംബം ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാർ ഉയർത്തിയ എതിർവാദങ്ങൾ തള്ളിയായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷുഹൈബിന്റെ മാതാപിതാക്കളായ CP മുഹമ്മദ്, റസിയ എന്നിവർ നിരവധി തവണയാണ് കയറി ഇറങ്ങിയത്. എന്നിട്ടും സർക്കാർ ഇവരെ കണ്ട ഭാവം നടിച്ചില്ല. കോടതികളിൽ ഇവരെ അപമാനിക്കാനുള്ള നീക്കമാണ് നിരന്തരമുണ്ടായത്. ഇതുകൂടാതെ CPMന്റെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് ഈ കുടുംബത്തിന് നിരന്തരം ഭീഷണികൾ. ഇത്തരത്തിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഭീഷണികളും അതൊന്നും വകവെക്കാതെയായിരുന്നു ആ കുടുംബം തൻ്റെ മകൻ്റെ നീതിക്ക് വേണ്ടി, അവനെ കൊലപ്പെടുത്തിയവർ എല്ലാവരും നിയമത്തിന് മുന്നിൽ എത്തണം, കോടതി കൃത്യമായ ഇടപെടൽ നടത്തണം, അവർ അഴിക്കുള്ളിൽ കിടക്കണം എന്നുള്ള ആവശ്യവുമായി ആ അമ്മയും അച്ഛനും നിരന്തരം പോരാട്ടം നടത്തുകയായിരുന്നു. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആവർത്തിച്ച് നിലപാടെടുത്ത ദിവസമായിരുന്നു CBI അന്വേഷണം ഉത്തരവിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. എന്തായാലും വലിയ ഒരു പോരാട്ടം ഈ ഒരു അന്വേഷണത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ കുടുംബം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ പിണറായി വിജയന്റെ കാലത്ത് അവർക്കൊക്കെ, ഈ ക്രിമിനലുകൾക്കൊക്കെ ജാമ്യം കിട്ടിയപ്പോഴും ആ മാതാപിതാക്കൾ വലിയ വേദനയിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ ഭരണം മാറിയതോടുകൂടി ആ കുടുംബത്തിന് അനുകൂലമായ നിലപാടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ഏകദേശം ഒരു കാര്യം ഉറപ്പായി. ഈ 10 വർഷക്കാലത്ത് UDF, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSUക്കാരെയൊക്കെ വേട്ടയാടിയതിനുള്ള മറുപടി CPMകാർ മേടിച്ചു കൂട്ടും എന്നുള്ളത്. ഷുഹൈബ് മരണപ്പെട്ടതിന് പിന്നാലെ ഷുഹൈബിനെ അനുസ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രചരിച്ച ഒരു കുറിപ്പുണ്ടായിരുന്നു. ഇന്നും ആ കുറിപ്പ് വലിയ വൈറലാണ്. അതിലെ ചില കാര്യങ്ങൾ കോൺഗ്രസ്, UDF, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ആവേശം ഇപ്പോഴും കൂട്ടുന്നതാണ്. ആ കുറിപ്പ് നമുക്ക് ഒന്ന് പരിശോധിക്കണം. കാരണം അതിലെ ചില കാര്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ കുറിപ്പിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: എടയന്നൂരിലെ താരകം. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ എടയന്നൂർ എന്ന പ്രദേശത്ത് തൻ്റെ ഇല്ലായ്മയിലും കഷ്ടപ്പാടിലും പാവപ്പെട്ടവർ കത്താണിയായ ഒരുവനുണ്ടായിരുന്നു. വെറും 29 വയസ്സ് പ്രായമുള്ള ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. ഷുഹൈബ് എന്നായിരുന്നു അവൻ്റെ പേര്. ഇന്ന് ഈ പേര് ലോകമറിയും. കാരണം ഒരു നിസാര സ്കൂൾ സംഘർഷത്തിന്റെ പേരിൽ 41 വെട്ടുകൾ കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ സാന്ത്വന വാഹകനായിരുന്നു ഷുഹൈബ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കൂട്ടുകാർക്കും അവൻ ബോസ് ആയിരുന്നു. കാരണം അതുപോലെ അവരെ സംരക്ഷിച്ചിരുന്നു അവൻ. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ അവൻ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകുന്ന രീതിയിൽ അവൻ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി. സ്കൂൾ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ എന്നിവയിൽ ഷുഹൈബിന്റെ പ്രവർത്തന മികവിൽ കോൺഗ്രസ് വിജയിച്ചു. ഇതെല്ലാം ഷുഹൈബ് മാർക്സിസ്റ്റുകാരുടെ കണ്ണിലെ കരടായി മാറാൻ കാരണമായി. ഷുഹൈബ് സാന്ത്വന പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ അധിക മാർക്സിസ്റ്റ് കുടുംബവും ഷുഹൈബിനൊപ്പം നിന്നു. സ്വന്തം വൃക്ക പോലും ദാനം ചെയ്യാൻ ഷുഹൈബ് തീരുമാനിച്ചിരുന്നു. നാട്ടിൽ സാന്ത്വന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി.